ഇതങ്ങോട്ട് ഉണ്ടാക്കി വെക്കണം മാത്രമേ കാണുള്ളൂ. പിന്നെ ഏത് വഴിയാ പ്ലേറ്റ് കാലിയാവണേന്ന് ആരും അറിയില്ല ട്ടോ. അത്രയ്ക്ക് സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന ഒരു പലഹാരത്തിന്റെ റെസിപ്പിയാണ് ഇന്നത്തേത്. നല്ല മഴയൊക്കെ പെയ്യുമ്പോ ചൂട് ചായക്കൊപ്പം കഴിക്കാനായിട്ട് ഇതൊന്ന് മാത്രം മതി. അപ്പൊ ആദ്യം തന്നെ ഒരു കുഞ്ഞു മസാല റെഡിയാക്കി എടുക്കണം. ചൂടായ ഓയിലിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളകും കൂടെ തന്നെ സവാളയും കൂടി ചേർത്ത് പച്ചമണമൊക്കെ നല്ലോണം ഒന്നങ്ങ് മാറ്റിയെടുക്കുന്നുണ്ട്. ഇതിലേക്ക് പൊടികളായിട്ട് മഞ്ഞപ്പൊടി, മുളക് പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി 2 മുട്ടയും കൂടി ചേർത്ത് നല്ലോണം തന്നെ ഒന്നങ്ങ് മിക്സ് ആക്കി എടുക്കാം. കൂടെ നല്ല ടേസ്റ്റിന് വേണ്ടി കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏതാണ്ട് നമ്മൾ മുട്ട മസാലയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു രീതി തന്നെ ഇതിലേക്ക് വേവിച്ച് ഉടച്ചു വെച്ചിരിക്കുന്ന 2 ഉരുളക്കിഴങ്ങ് കൂടി ചേർത്ത് ശരിക്കും ഒന്നങ്ങ് മിക്സ് ആക്കി ഗ്യാസ് അങ്ങ് ഓഫ് ആക്കാം ട്ടോ. വലിയ ചൂടൊക്കെ ഒന്ന് ആറിക്കഴിയുമ്പോൾ ഇതിനകത്ത് ഈ മൊസറല്ല ചീസാണ് ചേർത്ത് കൊടുക്കേണ്ടത്. എന്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചീസിന്റെ ഷീറ്റ് ആട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നല്ലോണം ഒന്നങ്ങ് മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കാം. അതിനുശേഷം മൈദയുടെ മിക്സിലും അതേപോലെ തന്നെ ബ്രെഡ് ക്രംസിലും നന്നായിട്ട് തന്നെ ഒന്നങ്ങ് കോട്ട് ചെയ്ത് നല്ല ചൂടായ ഓയിലിലേക്ക് ചേർത്താലുണ്ടല്ലോ നല്ല കിടിലൻ ടേസ്റ്റുള്ള സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. 2 മുട്ടയും ഉരുളക്കിഴങ്ങും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് എളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റാവുന്ന സ്നാക്സ് അല്ലേ. പുറത്ത് മഴയൊക്കെ അങ്ങനെ തകർത്ത് പെയ്യുമ്പോൾ നല്ലൊരു ചൂട് ചായയുടെയും സോസിന്റെയും ഒക്കെ കൂടെ കഴിക്കാനായിട്ട് ഇതൊന്നും മാത്രം മതിയാവും. ഏകദേശം ഒരു 9 എണ്ണാട്ടോ ഈ ഒരു വലുപ്പത്തിൽ റെഡിയാക്കി എടുത്തിരിക്കുന്നത്. മസാല ചീസൊക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ പിസയൊക്കെ വലിയുന്ന പോലെ നല്ലോണം വലിഞ്ഞിരിക്കും. അപ്പൊ ട്രൈ ചെയ്ത് നോക്കി കമന്റ്സ് ഒക്കെ അറിയിക്കാം ട്ടോ.